ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ചെറിയ ചെറിയ ടിപ്സാണ്. സോ ഇത് നിങ്ങൾക്ക് ചിലവർക്ക് അറിയാമായിരിക്കും, ചിലവർക്ക് അറിയാൻ പാടില്ല. അത് ഞാൻ ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. സോ നമ്മുടെ കയ്യിൽ എപ്പോഴും മസ്കാര തീർന്നുണ്ടാവും, പുതിയതുണ്ടാവും. സോറി, പുതിയതുണ്ടാവും, തീർന്നുണ്ടാവും. ഇത് എൻ്റെ പഴയ ഒരു മസ്കാരയാണ്. സോ ഇതുകൊണ്ട് എന്താ പ്രയോജനം? ഇതെല്ലാവരും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കളയും. അപ്പോൾ ഞാനിതെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോ ഇത് പുതിയ മസ്കാരയാണല്ലോ. പുതിയ മസ്കാരയിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് കണ്ടോ, ഇതിന് ജസ്റ്റ് ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും പഴയ മസ്കാരയിലേക്ക്. എന്നിട്ട് ഈ പുതിയ മസ്കാര ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓൾറെഡി ഇതിലുണ്ടാവും, ലൈറ്റായിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ ഐബ്രോസ് കണ്ടോ, കണ്ടില്ല? എൻ്റെ ഐബ്രോസ് ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല. എന്നാലും നമ്മളൊരു ചെറിയൊരു ഷേപ്പും അതുപോലെ ഒരു ഭംഗിക്ക് വേണ്ടി ഇത് ഞാൻ ഓൾറെഡി ഇതിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കണ്ടോ, ഒരു എന്താ പറയുക, ഇങ്ങനെ കൊടുക്കുക. പിരികത്തിനൊരു കട്ടിയും തോന്നിക്കും, ഒരു ഷേപ്പും കിട്ടും ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ. കണ്ടോ, ഇത് നമുക്ക് ഐബ്രോ പെൻസിൽ വേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ ഇതൊരു സിമ്പിൾ ടിപ്പായിട്ട് എനിക്ക് തോന്നി. കണ്ടോ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ? അതാണ് ശരിക്കും ഒരു നാച്ചുറൽ ഫീലിങ്സ് കഴിയുമ്പോൾ കുറേ വാരി തേച്ചിട്ടില്ല എന്നുള്ളൊരു ഫീലിംഗ് വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഇത്. പിന്നെ ഇപ്പോൾ ലൈറ്റായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു കണ്ണെഴുതാത്ത ആളാണ്, ലൈറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് മസ്കാര യൂസ് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ലൈറ്റായിട്ട് അത് വെച്ചെങ്കിൽ നമുക്ക് ഉപയോഗമില്ലാത്ത അത് വെച്ച് ചെയ്യുമ്പോൾ ചെറുത് നാച്ചുറലായിട്ട് കിട്ടും. പിന്നെ വരുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുടിയൊക്കെ കെട്ടുവാണ്. മുടിയൊക്കെ ചിലപ്പോൾ പോണിറ്റെയിൽ കെട്ടുമായിരിക്കും, എങ്ങനെയെങ്കിലും എന്ത് രീതിയിലും നമ്മൾ ഇങ്ങനെ കെട്ടുമായിരിക്കും. ഇങ്ങനെ കെട്ടും. എന്തായാലും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഒതുങ്ങിയിരിക്കും, പിന്നെ ഒതുങ്ങിയിരിക്കില്ല. അപ്പോൾ അതിനുള്ള വേറെ സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും അത് മേടിക്കാൻ പറ്റിയില്ല എന്ന് വരാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോ ഇത് വേണ്ട. ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് മുടി കെട്ടി വെച്ചിരിക്കുന്നത്. എന്നുള്ളത് ഞാനൊരു ബണ്ണ് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് ഫ്രണ്ടിൽ കണ്ടോ ഇങ്ങനെ മുടി എഴുന്നേറ്റിരിക്കുന്നുണ്ടോ? അപ്പോൾ അത് നമുക്ക് ഒരു കോൺഫിഡൻസ് കുറഞ്ഞ പോലെ തോന്നും. ഇതിപ്പോൾ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ടല്ല, അല്ലാതെ പുറത്ത് പോയാലും നിങ്ങൾ എങ്ങനെ ഏത് സ്റ്റൈലിൽ കെട്ടിയാലും അപ്പം പരത്തി വയ്ക്കും. പിന്നെ ട്രാവലൊക്കെ ചെയ്തുമ്പോൾ അതിങ്ങനെ അലങ്കോലമായിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വേറൊരു ടിപ്പ് പറഞ്ഞുതരാം. മസ്കാര എടുക്കുക, പഴയതുണ്ടെങ്കിൽ പഴയത് എടുക്കുക. ജസ്റ്റ് ഈ പറഞ്ഞ ഇതിൽ ഇതുണ്ട്, ഇങ്ങോട്ട് വേണം ചീപ്പോട് ചീവിട്ട് ഈ സംഗതി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അനങ്ങത്തില്ല ഇവിടെ. എത്ര ട്രാവൽ ചെയ്താലും അത് അനങ്ങത്തില്ല. അതിനിപ്പോൾ ഒരു പൊടി പോലത്തെ സംഗതി വന്നിട്ടുണ്ട്. അതിങ്ങനെ ജസ്റ്റ് കുടഞ്ഞിട്ടാൽ മതി. എന്നാലും ഇത് നല്ല അടിപൊളിയായിട്ട് അനങ്ങാതെ ഇരിക്കുകയും ചെയ്യും, നല്ല വൃത്തിക്ക് ഇരിക്കുകയും ചെയ്യും. അത് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പറന്നു പോകാതെ നല്ല അടിപൊളി. ആ വൈകുന്നേരം മുതൽ ഇത് ഇങ്ങനെ ഇരിക്കുന്നതിന്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ടിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അറിയാൻ പാടാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറിയുന്നവരുണ്ടാവുമായിരിക്കും, എനിക്കറിയത്തില്ല. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ഓക്കെ.